ഹലോ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ. നാടും നഗരവും താണ്ടി വാർത്തകളും വിശേഷങ്ങളും തേടി പ്രയാണം തുടരുകയാണ് റൈഡിംഗ് റിപ്പോർട്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിൽ കണ്ട, പ്രയാസങ്ങൾ ചോദിച്ചറിഞ്ഞ അധികൃതരുടെ ശ്രദ്ധയിലേക്കാണ് ഓരോ റിപ്പോർട്ടും. ഒപ്പം ദുരിതക്കയങ്ങൾ നീന്തിക്കയറിയ, പ്രതിസന്ധികളെ മറികടന്ന അതിജീവന കഥകളും കാഴ്ചകളും കൂടിയാണ് റൈഡിംഗ് റിപ്പോർട്ടർ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര തുടങ്ങാം. ലെറ്റ്സ് ബിഗിൻ ദി ജേർണി. റൈഡിംഗ് റിപ്പോർട്ടർ. കടൽ ചതിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് ഓരോ തവണയും മത്സ്യത്തൊഴിലാളികൾ പ്രിയപ്പെട്ടവരെ കരയിൽ തനിച്ചാക്കി ആഴക്കടലിലേക്ക് തുഴയെറിയുന്നത്. ആ വിശ്വാസം കാക്കാൻ പലപ്പോഴും കടലിനായിട്ടില്ല. ഒരു തവണയല്ല, പലതവണ മനുഷ്യരുടെ ജീവനെടുത്ത മുതലപ്പൊഴി എന്ന മരണഭൂമികയിൽ കടൽ വെള്ളത്തോളം തന്നെ മനുഷ്യരുടെ കണ്ണീരുമുണ്ട്. ആ ഭീതിയുടെ മരണപ്പൊഴിയിലേക്കാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ അഖിൽ ഷാ റൈഡിംഗ് റിപ്പോർട്ടുമായി കടന്നു ചെല്ലുന്നത്. മനുഷ്യൻ ഈയല് പോലെ മരിച്ചു വീഴുന്ന മുതലപ്പൊഴി എന്നു മുതലാണ് മരണപ്പൊഴിയായി മാറിയത്. അന്നത്തിന് വക തേടി കടലിൽ പോയി മടങ്ങി വരുന്ന മത്സ്യത്തൊഴിലാളി കര കാണുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അതേ കടലിൽ തന്നെ മുങ്ങിത്താഴുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ജീവനെടുക്കുന്ന മരണക്കയത്തിൽ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മുതലപ്പൊഴി തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേയറ്റത്തെ തീരദേശം. അതിനുമപ്പുറം മത്സ്യത്തൊഴിലാളികളുടെ ഉയിരെടുക്കുന്ന മരണഭൂമി. പക്ഷേ ഭൂപ്രകൃതിയിലാണ് മുതലപ്പൊഴിയുടെ സവിശേഷത. അഞ്ചുതെങ്ങിനും പെരുമാതുറയ്ക്കും ജീവിക്കാൻ വക നൽകിയ രണ്ടു കായലുകൾ, അഞ്ചുതെങ്ങ് കായലും കഠിനംകുളം കായലും. അഞ്ചുതെങ്ങിന്റെ കാർഷിക സമൃദ്ധിയും ചിറയൻകീഴ് കയറിന്റെ നല്ല കാലവും മങ്ങി വന്നപ്പോൾ മനുഷ്യർ കടലിലേക്ക് ജീവിതം തേടി. അങ്ങനെ ആ ഭൂപ്രകൃതിയും മത്സ്യസമ്പത്തും ലക്ഷ്യമിട്ട് സർക്കാർ 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുതലപ്പൊഴിയിൽ പുലിമുട്ട് വിരിച്ച് തുറമുഖം പണിതു. അന്നു മുതൽ മുതലപ്പൊഴി മരണപ്പൊഴിയായി. നീണ്ടകരയിലേതെന്ന പോലെ ഒരു തുറമുഖം. കായലിൽ നിന്ന് കടലിലേക്ക് ഇങ്ങനെ പുലിമുട്ടുകൾ നിരത്തി. മത്സ്യത്തൊഴിലാളികൾക്ക് പക്ഷേ ആശങ്ക പലതായിരുന്നു. അന്നവർ അതൊക്കെ പറയുകയും ചെയ്തു. അശാസ്ത്രീയമെന്ന് കടലറിവുള്ളവർ പലതവണ ശബ്ദമുയർത്തി. പിന്നീട് ഈ അഴിമുഖത്ത് ദുരന്തം തുടർക്കഥയായി. മുട്ടിന് വീതി കുറവാണ്. അത് ഇറങ്ങിപ്പോണ അഴിമുഖത്തിന് വീതിയും കുറവാണ്. അപ്പോൾ ഈ 2 ദിവസം മുന്നേ തന്നെ ഉള്ളിൽ നിന്നൊരു ചെറിയ വെള്ളം ഓടി വന്ന് ലേലൻഡിൽ ഇടിച്ച് 2 വെള്ളവും പൊട്ടി. ചെറിയ വെള്ളം പൊട്ടി, ലേലൻഡും പൊട്ടി. കായലിൽ വരെ പോയി കടലടിച്ച്. ആ രീതിയായിരുന്നു. മുട്ടടിക്കാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. ഇനിയിപ്പോൾ ഒരു 3-4 മണി വരെ ഈ ഏറ്റം നിൽക്കും. അന്നേരം ചില സമയത്ത് വീടിനകത്തോട്ടങ്ങ് വെള്ളം കയറും. തെക്ക് പെരുമാതുറയിലോ തീരം അധികമായി. പക്ഷെ അത് ഗുണത്തേക്കാൾ ഏറെ ചെയ്തത് ദോഷമാണ്. അഴിമുഖ കവാടത്തിൽ മണൽത്തിട്ട രൂപപ്പെടുന്നത് പതിവ് സംഭവമായി. തിരമാലകളെ തടയാൻ നിർമ്മിച്ച പുലിമുട്ടുകളിൽ തിരയാഞ്ഞടിച്ചു. ഇതുവരെ മരണപ്പെട്ടത് 70-ലധികം മത്സ്യത്തൊഴിലാളികളാണ്. വില്ലനായത് പുലിമുട്ടുകൾ തന്നെയെന്ന് മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾ പറയും. കാരണം കര തൊടാൻ കണ്ണേറുള്ളപ്പോൾ കൈക്കരുത്തുകൊണ്ട് നേടിയ വള്ളം മറിയുന്നു. മത്സ്യത്തൊഴിലാളികൾ മുങ്ങിപ്പിടയുന്നു. എപ്പോഴെത്താനും ഒരു 50 എണ്ണം മരിക്കാതിരിക്കുകയാണ്. മത്സ്യത്തോട് ജീവിക്കാൻ മാർഗമില്ല. ഞങ്ങൾ വഞ്ചിയും കൊണ്ട് ഓടുകയാണ്. ആപത്തിലാണ് ഞങ്ങൾ രക്ഷപ്പെട്ട് കര കൊണ്ടുവരുന്നത്. വള്ളമൊന്നും പോകാൻ വെക്കണില്ല, മണ്ണെടുത്ത് മാറ്റുന്നതുമില്ല. ആയപ്പാടെ പ്രശ്നമായിട്ട് കിടക്കണം.
വലയിൽ കുരുങ്ങിപ്പോയതാണോ അതോ ശ്വാസം മുട്ടി താഴോട്ട് പോയതാണോ തോന്നുന്നു. പക്ഷേ ദൈവാദിനം പോയ അന്ന് തന്നെ ആളിന് ആ സമയത്ത് തന്നെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ഒരു സമാധാനമായി. സംഭവിച്ചത് സംഭവിച്ചു. ആ സമയത്ത് തന്നെ 2 മണിക്കൂറിനകത്ത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അന്തം വിട്ടു പോയി. പിന്നെ കല്ലിനിടെ കയറിയാൽ പിന്നെ നമുക്ക് കയ്യും കാലും മാത്രം കിട്ടും. കടലെടുത്തവരുടെ കുടിലുകളിൽ വേണ്ടപ്പെട്ടവരുടെ നിലയ്ക്കാത്ത നിലവിളികൾ. എത്രയെത്ര മരണങ്ങൾ കൺമുന്നിൽ കണ്ട് മനസ്സുറച്ചു പോയ മത്സ്യത്തൊഴിലാളികൾ. ചെറിയ കൊച്ചുവെള്ളത്തിൽ കയറി പോകുമായിരുന്നു. വള്ളം ഓടിക്കുന്ന ഒരാൾ ഞാൻ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നു. ഫ്രണ്ടിലോട്ട് തിരിഞ്ഞ് നോക്കിയത് വള്ളത്തിനെക്കാട്ടി പൊക്കത്തൊരു കടൽ വരുന്നു. വള്ളത്തിനകത്ത് വീഴുന്നു. ഞാൻ 2 കമ്പിയിലും ഇറുക്കി പിടിച്ച് കണ്ണടച്ച് ആ കടലങ്ങ് പോയി ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ആളുമില്ല. വള്ളത്തിനകം ഫുള്ള് വെള്ളം നിറഞ്ഞ് വള്ളം കിടന്ന് അങ്ങോട്ട് കടലി മാത്രമേ ഉള്ളൂ. മരണം നിത്യസംഭവമായപ്പോൾ പഠനം പലത് നടന്നു. വിഴിഞ്ഞം തുറമുഖം മുതൽ തീരദേശത്തെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ വരെ ചർച്ചയായി. മാമ്പള്ളിയിൽ തീരദേശ റോഡ് ഉപരോധം ഇടതടവില്ലാതെ തുടർന്നപ്പോൾ ഒടുവിലത്തെ പഠനം. ശേഷം പുലിമുട്ടിന്റെ ഘടന മാറ്റണമെന്ന വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. പക്ഷേ അതൊക്കെ എത്ര കണ്ട് നടപ്പായി? ശരിക്കും ഈ മുട്ട് പൊളിച്ചിട്ട് എഞ്ചിനീയർമാരുടെ പുതിയ രീതിയിൽ, അതായത് ഇവിടെ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് പുതിയ രീതിയിൽ കല്ലടിക്കണം. തിരമാലകളെ അതിജീവിച്ചു വരുന്ന പ്രിയപ്പെട്ടവരെ 100 കണക്കിന് കുടുംബങ്ങൾ കരയിൽ കാത്തിരിപ്പുണ്ട്. കടുത്ത ആശങ്കയുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കണമെങ്കിൽ പൊഴി ശാന്തമാകണം. അതിന് മത്സ്യത്തൊഴിലാളികളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള മാറ്റം അനിവാര്യമാണ്. മനുഷ്യൻ ഇങ്ങനെ മരിച്ചു വീഴുന്ന പ്രതിഭാസത്തെ സർക്കാർ എങ്ങനെയാണ് കണ്ടില്ല എന്ന് നടിക്കുന്നത്? എത്രയെത്ര കുടുംബങ്ങളാണ് അനാഥമായത്? എന്നിട്ടും ഇനി എത്ര കുടുംബങ്ങൾ ഇങ്ങനെ അനാഥമായാൽ സർക്കാർ ഇവരെയൊക്കെ തിരിഞ്ഞു നോക്കും? ക്യാമറമാൻ സിറിൽ ഡി ലെസ്ലിക്കൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. ഡ്രഡ്ജിംഗ് അടക്കം നടത്തി ആ പുഴി സുരക്ഷിതമാക്കണമെന്ന ആവശ്യം കാലങ്ങളായുണ്ട്. പല ചർച്ചകളിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോഴൊക്കെ ഉറപ്പുകൾ നൽകുന്നതല്ലാതെ ഇപ്പോഴും അവിടെ നിലയില്ലാ കയത്തിലേക്ക് വള്ളവുമായി ഇറങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾ മുങ്ങിപ്പൊക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. ഈച്ചശല്യത്തിൽ പൊറുതിമുട്ടി തൃശ്ശൂരിലെ കുരിയച്ചിറ നിവാസികൾ. തൃശ്ശൂർ കോർപ്പറേഷന്റെ ജൈവ മാലിന്യ പ്ലാന്റിന്റെ അശാസ്ത്രീയ നടത്തിപ്പാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത്. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരുള്ള പ്രദേശത്താണ് ഈച്ചശല്യം രൂക്ഷമായിട്ടുള്ളത്. ഈച്ചശല്യം കാരണം വീടുകളിൽ ഭക്ഷണം പോലും പാകം ചെയ്യാനാവാത്ത ദുരവസ്ഥയിലാണ് ഒരു നാട്. ആ ദുരിതത്തിന്റെ നേർക്കാഴ്ച പകർത്തുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ തൃശ്ശൂർ കുരിയച്ചിറയിൽ നിന്ന് സൂരജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിന്റെ സാംസ്കാരിക നഗരിയാണ് തൃശ്ശൂർ. സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന ഒട്ടേറെ പദ്ധതികൾ സമ്മാനിച്ച ഇടം. പക്ഷേ അങ്ങനെ ഒരു നാട്ടിൽ ഈച്ചയെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരിടമുണ്ട്. ആ നാട്ടിലേക്കാണ് ഈ യാത്ര. തൃശ്ശൂരിന്റെ നഗരഹൃദയം കുരിയച്ചിറ. എന്നാൽ നഗരത്തിന്റെ സൗന്ദര്യം തെല്ലുമില്ല. ഭയം ഉള്ളിലടക്കി ജീവിക്കുന്ന മനുഷ്യർ. ഭയപ്പെടുന്നതോ ഈച്ചയെ. കാണാൻ പോകുന്ന പൂരം കണ്ടറിയാമെന്നതുപോലെ കുരിയച്ചിറയിലെ ഈച്ചശല്യം എത്രമാത്രമുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. മുറിച്ചെടുത്ത തണ്ണിമത്തനാണ്. ഇപ്പോൾ തന്നെ ഇത് ഈച്ച അരിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു മിനിറ്റ് ഇത് ഈ മേശപ്പുറത്തൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ തന്നെ അറിയാം എന്താ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഈച്ച. ഇത് എന്ത് ഭക്ഷണ വസ്തുക്കളും, അത് ഏത് വീട്ടിലെന്ന് വേണ്ട, കടകളിൽ നിന്ന് വേണ്ട, എവിടെ എന്ത് ഭക്ഷണ വസ്തുക്കൾ വെച്ചാലും ആ സമയം തന്നെ ഇതുപോലെ ഈച്ചയായിരിക്കും. ഇതോടുകൂടി ഭക്ഷണം കഴിച്ചു പോലും ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കുകയാണ് കുരിയച്ചിറക്കാർ എന്നുള്ളതാണ് ഇവിടത്തുകാർ ആകെ പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കാരണങ്ങൾ എന്തെന്ന് കൂടി പരിശോധിക്കാം. പിന്നെ ഇവിടെ 2 വയസ്സായ ഒരു ഉണ്ണീൻ്റെ, അവന് ഉറങ്ങാൻ പറ്റണില്ല. ഉറങ്ങുമ്പോൾ ഞങ്ങൾ ഒരാൾ വീശിരിക്കണം. 85 വയസ്സായ ഒരു അമ്മാമ്മയുണ്ട്, അവർ ഒന്നും ഉറങ്ങാം, ഞങ്ങൾക്ക് വരെ ഉറങ്ങാൻ പറ്റണില്ല. മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് കുരിയച്ചിറക്കാറുള്ളത്. എന്തായാലും ഈ പ്രതിസന്ധി ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ഉണ്ടായതല്ല. ഇത് കുറച്ച് കാലങ്ങളായി ഇവരുടെ അവസ്ഥ ഇങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയായിട്ട് ഇവിടുത്തെ ഈച്ചശല്യം എത്രത്തോളം? ശല്യം എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു 3-4 ആഴ്ചയുടെ മേലെ ആയിട്ട് ഇവിടെ കിടന്നുറങ്ങാൻ വരെ സാധിക്കുന്നില്ല. അവർ തന്നെയല്ല
കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് ഒരു ഭക്ഷണം പാകം ചെയ്ത് ഭർത്താക്കന്മാർക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ ഫുഡ് വേസ്റ്റുകൾ കംപ്ലീറ്റ് കൊണ്ടുവന്ന് ഇവിടെ യാതൊരുവിധ സജ്ജീകരണങ്ങളും ഇല്ലാണ്ട് അത് ഡ്രൈ ആക്കാനോ ഒരു സംവിധാനം പോലും ഇല്ലാണ്ട് ഇവിടെ ഡംപ് ചെയ്തിട്ട് അതിൽ നിന്ന് ഈച്ചകൾ കംപ്ലീറ്റ് ഈ പരിസരത്തുള്ള 1 കിലോമീറ്ററിന് ചുറ്റളവിലുള്ള എല്ലാ വീടുകളിലും ഈച്ചകളാണ്. കൊച്ചങ്ങൾക്ക് കിടന്നുറങ്ങാനോ അതേമാതിരി ഞങ്ങൾ ഇപ്പം അതിൻ്റെ ഉള്ളിലുള്ള ഞങ്ങൾ പലതവണ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ജോലിക്കാർ പോലും ഡെറ്റോൾ ഇട്ട് കുളിക്കേണ്ട ഗതികേടാണ്. കുരിയച്ചിറയിലെ ഏത് വീട്ടിലെത്തിയാലും വീടിന് മുന്നിൽ നമുക്കിത് ഇതുപോലെ പേപ്പർ ഷീറ്റുകൾ കാണാം ഈച്ചയെ പിടിക്കാനുള്ള. അത് ഇതിൽ മാത്രമാണ് ഇപ്പോൾ ഇവരുടെ ആശ്രയം. കാരണം വീടിൻ്റെ എല്ലാ വാതിലടച്ചിട്ട് വീട്ടുമുറ്റത്ത് ഈ പേപ്പർ ഷീറ്റ് വെച്ചതിന് ശേഷം ഈച്ചയെ പിടിക്കുകയാണ്. കാരണം വീടിനകത്തൊന്നും ഇരിക്കാൻ കഴിയാത്ത അത്രയും സ്ഥിതിയിലാണ്. നല്ലേട്ടാ? അതെ, എൻ്റെ വീട് ഈ പ്ലാന്റിൻ്റെ അടുത്ത പരിസരത്ത് തന്നെയാണ്. എൻ്റെ വീട്ടിൽ പ്രായ അമ്മയുണ്ട്, എനിക്ക് 3 മക്കളുണ്ട്. ചെറിയ കുട്ടി 5ൽ പഠിക്കുന്ന കുട്ടിയാണ്, പിന്നെ ഭാര്യയുണ്ട്. ഞങ്ങൾ 6 പേരാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത്. ഇപ്പം എൻ്റെ മോൾക്ക് മിനിയാന്ന് തൊട്ടിട്ട് പനിയാണ്. അപ്പം ഇന്നാണ് അവളൊന്ന് എനിക്ക് ഭക്ഷണം കഞ്ഞി കുടിച്ചിരിക്കുന്നത്. ഈ മാറിയുള്ള രോഗങ്ങൾ മൂലം ഞങ്ങൾ തോറ്റു. ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി അടുക്കളയിൽ വെച്ച് സ്വൈര്യമായി പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തെല്ലാം ഈച്ച വന്നിരുന്ന കറകളാണ്. ഈ കബോർഡിലെല്ലാം ഈച്ച വന്നിരുന്ന പാടുകൾ ദൃശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ വീടിനകത്ത് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഈ പാത്രത്തിന് മുകളിൽ ഈച്ച അരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് വല്ലാത്തൊരു ദയനീയ അവസ്ഥയിലേക്ക് ജീവിതം പോകുന്നു എന്നുള്ളതാണ്. അല്ലേ? ശരിയാണ്, ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. ഇപ്പോൾ വീട്ടിലിപ്പോൾ ചോറിനാൻ വെച്ചാലും അതിൻ്റെ മുകളിൽ കിടന്ന് ഈച്ച വന്നൊരു മുഖത്ത് വന്നിരിക്കുക. നമ്മൾ ഭക്ഷണം വായി കഴിക്കുമ്പോൾ തന്നെ മുഖത്ത് വന്നിരിക്കുക. ഭയങ്കര ദയനീയമായ അവസ്ഥ തന്നെയാണ്. കുരിയച്ചിറക്കാരുടെ ഉറക്കം കെടുത്തുന്ന ഈച്ച എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇക്കാണുന്ന OWC പ്ലാന്റ്, അതോടൊപ്പം തന്നെ എതിർവശത്തുള്ള അറവുശാല. അങ്ങനെ തൃശൂർ കോർപ്പറേഷൻ നടപ്പിലാക്കിയ വിവിധ മാലിന്യ സംസ്കരണ പദ്ധതികളുടെ ഇരയായി യഥാർത്ഥത്തിൽ മാറുന്നത് ഇവിടത്തുകാരാണ്. ഈ പ്ലാന്റുകളുടെ എല്ലാം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടത്തുകാരായി മാറുകയാണല്ലേ? അതെ. ഞാൻ ഈ പ്ലാന്റിൻ്റെ ഈ സമരസമിതിയുടെ ജനറൽ കൺവീനറാണ്. എൻ്റെ പേര് ഡോക്ടർ ടോമി ഫ്രാൻസിസ് എന്ന ആളാണ്. നിങ്ങൾക്ക് കാണാം, ഇതാണ് ഈ OWC പ്ലാന്റിൻ്റെ ഗേറ്റ്. ഞങ്ങളൊക്കെ മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പേഴ്സാണ്. ഇത് ചെയർമാൻ, അപ്പുറത്ത് കൗൺസിലർ ഉണ്ട്, അതുപോലെ തന്നെ അത് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങളെ ആരെയും ഇതിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഈ പ്രശ്നം വന്നാൽ പിന്നെ ആരെയും അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല. ഇതേപോലെ ചങ്ങലിട്ടിട്ടാണ് ഇവിടെ പൂട്ടിയിട്ടുള്ളത്. കുരിയച്ചിറയിൽ കോർപ്പറേഷൻ സ്ഥാപിച്ച ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിരവധി ജനങ്ങളാണ്. രോഗങ്ങൾ വരാൻ തുടങ്ങിയതോടെ പലരും താമസം തന്നെ മാറിപ്പോകാൻ തുടങ്ങി. കോർപ്പറേഷന്റെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയമായ പരിചരണമാണ് ഇതിനു കാരണമെന്നാണ് കൗൺസിലർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ വേസ്റ്റ് എല്ലാ വീടുകളിൽ നിന്നും നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്ത് ഈ OWC പ്ലാന്റ് വരുമ്പോൾ അത് ഈർപ്പത്തോടു കൂടിയിട്ടാണ് ഈ വേസ്റ്റ് കൊണ്ടുവരുന്നത്. ഈ ഈർപ്പത്തോടു കൂടി വേസ്റ്റ് കൊണ്ടുവരുമ്പോൾ അത് ഉണക്കാനുള്ള ഒരു സജ്ജീകരണ മെഷീനറി അവിടെ ഇല്ല. അത് എഞ്ചിനീയർ സെക്ഷനിൽ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. നിരുത്തരവാദിത്തപരമായിട്ടാണ് ഈ അധികാരികൾ, കോർപ്പറേഷൻ അധികാരികൾ, തൃശ്ശൂർ കോർപ്പറേഷൻ അധികാരികൾ പെരുമാറുന്നത്. ഹെൽത്ത് വിഭാഗത്തിനില്ല, എഞ്ചിനീയറിംഗ് വിഭാഗത്തിനില്ല, ആർക്കും ഇല്ല. വർഷങ്ങൾക്ക് മുമ്പ് അറവുശാലയ്ക്കെതിരെ ജനങ്ങൾ സമരം സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് ജൈവമാലിന്യ പ്ലാന്റിനെതിരെയും ജനങ്ങൾ സമരരംഗത്തേക്ക് വരികയാണ്. ഈച്ച എന്ന സിനിമയിൽ നായകനായി എത്തുന്ന ഈച്ചയ്ക്ക് കൈയടിച്ചവരാണ് നമ്മളിൽ പലരും. പക്ഷേ കുരിയച്ചിറയിൽ വില്ലനാണ് ഈച്ച. ജനങ്ങളുടെ സ്വൈരജീവിതം തന്നെ കെടുത്തുന്ന വില്ലൻ. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. ഇനി പത്തനംതിട്ടയിലെ ഒരു കോളനിയിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര പോകുന്നത്. വർഷങ്ങളായുള്ള തീരാ ദുരിതത്തിന്റെ കഥയാണ് പത്തനംതിട്ട ആവണിപ്പാറ നിവാസികൾക്ക് പറയാനുള്ളത്. യാത്രാ ദുരിതവും കുടിവെള്ള പ്രശ്നങ്ങളും അടക്കം പൊറുതിമുട്ടിയ ഗിരിജൻ കോളനിയിലേക്കാണ് ഇന്ന് പത്തനംതിട്ടയിലെ ടീം റൈഡ് ചെയ്തെത്തുന്നത്. പത്തനംതിട്ടയിലെ ഗിരിജൻ കോളനിയിൽ നിന്ന്
ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നത്തെ റൈഡർ റിപ്പോർട്ടറിന്റെ പത്തനംതിട്ടയിലെ യാത്ര ആവണിപ്പാറയിലേക്കാണ്. 36 ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര ചെയ്യുന്നത്. നമുക്ക് ആവണിപ്പാറ വരെ ഒന്ന് പോയി വരാം. ദുർഘട പാതയാണെങ്കിലും മനോഹരമായ വനയാത്ര ആസ്വദിക്കാം. അച്ഛൻ കോവിലാറിന്റെ തീരം ചേർന്ന മലമടക്കുകളിലൂടെ വണ്ടി ഓടിക്കണം. ചേട്ടാ, യാവണിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ഗിരിജൻ കോളനി എവിടെയാ? ഇവിടെയാ. അപ്പോൾ ഇത് 6 മുറിച്ചെടുക്കണം. ഇപ്പം 6 മുറിച്ചിറക്കാം. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പാടാ, ബുദ്ധിമുട്ടാണ്. ഒരു വള്ളമുണ്ട്, അതിലിതിരി ബുദ്ധിമുട്ടാണ് പോകാനും വരാനും. എന്നാലും നമ്മൾ പരമാവധി നമ്മൾ കൊണ്ടുപോകും, വരികയൊക്കെ ചെയ്യും. എന്തായാലും നമുക്ക് ഈ ചേട്ടൻ പറഞ്ഞതുപോലെ അവിടേക്കൊന്ന് പോയി നോക്കാം. അച്ഛൻ കോവിലാർ മുറിച്ചു കടന്നു വേണം 36 ആദിവാസി കുടുംബങ്ങൾക്ക് തങ്ങളുടെ വാസസ്ഥലത്തെത്താൻ. ചേട്ടാ, ഇതിപ്പോൾ എവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുവരുന്നതാ? ഞങ്ങൾ അച്ഛൻ കോവിന്നു. ഇവിടുന്ന് 10ഓളം കിലോമീറ്റർ. ഇവിടുന്ന് 10 കിലോമീറ്റർ. അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഈ പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ നിങ്ങളുടെ കോന്നിയിലല്ലേ കിടക്കുന്നത്? കോന്നിയില. ഈ ആശുപത്രി കേസിനൊക്കെ എങ്ങോട്ടാ പോകും? കോന്നി പത്തനംതിട്ട. പക്ഷെ ആ റോഡ് ഭയങ്കര മോശമല്ലേ? ഭയങ്കര മോശമായിട്ട് കിടക്കും. ആ റോഡായിട്ടില്ല, പിന്നെ ജീപ്പുകൾ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. എത്രയോ അവിടേക്ക് ജീപ്പിന് വാടക വരും? ജീപ്പിന് ഇവിടെ കോന്നി വരെ 1600. 1600 രൂപ. പരാതികൾ നമ്മൾ ആരുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നത്? പരാതികൾ പറയാത്തൊരാരുമില്ല. എല്ലായിടത്തും നമ്മൾ പരാതിയും പേപ്പറുകളും എല്ലാം കൊടുത്തിരുന്ന. ഇതുവരെ അതിനകത്തുള്ള നടപടിയൊന്നും കണ്ടിട്ടില്ല. പ്രധാനപ്പെട്ട ആവശ്യം പാലം തന്നെ. പാലം തന്നെ. ആ പാലം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അതിൽ ഇഞ്ഞ് പോകാന്ന് പറയുക. പിന്നെ അല്ലാതെ നമ്മൾ ഈ മഴക്കാലത്ത് ആയി കഴിഞ്ഞാൽ ഒരു വെള്ളം പിന്നെ ഉണ്ട്. അത് നല്ല വെള്ളമാണെങ്കിൽ വെള്ളം വിടാൻ ബുദ്ധിമുട്ടാണ്. കൊടും വേനലിൽ മാത്രമേ ഇവർക്കിങ്ങനെ പുഴ മുറിച്ചു കടന്ന ആവണിപ്പാറ ഗിരിജൻ കോളനിയിലേക്ക് എത്താനാകൂ. ഇത് പലപ്പോഴും നമുക്ക് ഇവിടുന്ന് കോളുകൾ വരാറുണ്ട്. ഇതുപോലെ വെള്ളം കയറിയ സമയത്ത് ഇവരങ്ങ് ഒറ്റപ്പെട്ടു പോകും. ഇത്രയും കുടുംബങ്ങൾ ഈ ഒറ്റപ്പെട്ട് ഈ ഒരു കാടിനോട് ചേർന്നുള്ള ഭാഗത്ത് അവർക്ക് പിന്നെ പുറം ലോകമായിട്ടൊരു ബന്ധമില്ല. ഒന്നെങ്കിൽ കോന്നി ബന്ധപ്പെടണം, അല്ലെങ്കിൽ അച്ചൻകോല്, അല്ലെങ്കിൽ പുല്ലൂർ. ഏതാണ്ട് 1500-2000 രൂപയോളം വേണം ഇവിടുന്ന് അവർ ജീപ്പ് വിളിച്ച് എല്ലാ ആളുകളും കുറേ ആളുകളെ കൂട്ടി അവരുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലർ പഞ്ചായത്തിലേക്കായിരിക്കും, ചിലർ വില്ലേജിലേക്കായിരിക്കും, ചിലർ ഹോസ്പിറ്റലിലേക്കായിരിക്കും. അവരൊരു കൂട്ടമായിട്ട് ചേർന്നാണ് ജീപ്പൊക്കെ വിളിച്ച് ഇവിടുന്ന് കോന്നിക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ വന്യമൃഗശല്യം, പിന്നെ പ്രധാന ഈ ഗതാഗതത്തിലെ ഈ അവർ ശോചനീയാവസ്ഥ, വളരെ ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. വെള്ളം എങ്ങനെയാ ഉപയോഗിക്കാൻ പറ്റുന്നത്? പറ്റുന്നില്ല. ഈ പ്രദേശത്തും ഈ അച്ചൻകോവിലാറിന് തീരത്തായിട്ടും വെള്ളം കുറവാണല്ലേ കിണറിലൊക്കെ? ഇല്ല. കോളനിയിലേക്കെത്താൻ പാലം എന്ന ആശയം വളരെ കാലം മുൻപ് തന്നെ ഭരണകൂടത്തിനു മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഒന്നും യാഥാർത്ഥ്യമായില്ല. എന്താവശ്യത്തിനും കോന്നിയെയും അരുവാപ്പുലത്തെയുമാണ് ഇന്നാട്ടുകാർ ആശ്രയിക്കുന്നത്. എങ്ങനെ പോകാറ്? അത് എല്ലാവരും ജീപ്പ് വിളിച്ച് പോകും. എല്ലാവരും അല്ല, ഇപ്പോൾ ഇവിടെ വയ്യാതായെങ്കിൽ പിള്ളേരും അങ്ങ് ആസ്ത്രി ജീപ്പ് വിളിച്ച് കൊണ്ടുചെല്ലും. പത്തനംതിട്ടയിലെ അരുവാപ്പുലം പഞ്ചായത്തിലെ 5ാം വാർഡാണ് ഈ പ്രദേശം. 73 വോട്ടുകളുള്ള ഇവർക്ക് വോട്ട് ചെയ്യാനായി മാത്രം സ്വന്തമായ പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചു നൽകാറുണ്ട്. നല്ല റോഡ്, കുടിവെള്ളം, പാലം. ആവണിപ്പാറക്കാരുടെ ആവശ്യത്തിന് മുന്നിൽ സർക്കാർ കണ്ണടക്കരുത്. അവർ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് ജീവിക്കേണ്ടവരാണ്. രതീഷ് മാടമ്പശ്ശേരിക്കൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ആവണിപ്പാറ വനത്തിനുള്ളിലാണ്. വനത്തിലൂടെ വഴിവെട്ടുന്നതിനും പാറ നിർമ്മിക്കുന്നതിനും ഒക്കെ ഒരുപാട് കടമ്പകളുണ്ട്. പക്ഷേ അതൊന്നും അതിനൊരു എക്സ്ക്യൂസ് അല്ല. അവരുടെ ദുരിതം അത് വർഷങ്ങളായി. ഇനിയും വാഗ്ദാനങ്ങൾ മാത്രം പോരാ, അവർക്കൊരു നല്ല പാലം, ഒരു വഴി, അതൊക്കെ ആവശ്യമായിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് ഡയറിയുടെ സമയമാണ്. റൈഡിംഗ് റിപ്പോർട്ടർ
കൂടുതൽ ജീവിതങ്ങളിലേക്ക്, ജീവിത കാഴ്ചകളിലേക്ക് വണ്ടി ഓടിച്ചെത്തും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും. ഇനി പോലീസ് ഡയറിയിൽ സുഹേൽ മുഹമ്മദ് എത്തും. നമസ്കാരം.